ഇന്നത്തെ എക്സലിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ ഫംഗ്ഷനാണ്. ലോജിക്കൽ ഫംഗ്ഷൻ്റെ ഒരു ഇനമാണ് ഈഫ്. ഈഫ് എന്ന ഫംഗ്ഷനാണ് പറയാൻ പോകുന്നത്. ഈഫിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ സിമ്പിൾ ഈഫ് ഉണ്ട്, മൾട്ടിപ്പിൾ ഈഫ് ഉണ്ട്, ഈഫ് ആൻഡ് ഈഫ് ഓർ. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ഈഫ് പറയാം. സിമ്പിൾ ഈഫ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കണ്ടീഷൻ നൽകിക്കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് സിമ്പിൾ ഈഫ്. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ അവിടെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യം, ഇവിടെ കുറച്ച് ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റയിൽ കുറേ സ്റ്റുഡൻസിൻ്റെ നെയിം എക്സാമ്പിളായിട്ട് ABCD എന്ന് കൊടുത്തുള്ള ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, ഇതിൻ്റെ ടോട്ടൽ മാർക്ക് ഇവിടെ കണ്ടിട്ടുണ്ട്. ടോട്ടൽ മാർക്ക് ഇത് 3 കൂടി ആഡ് ചെയ്തതാണ്. നമുക്ക് റിസൾട്ട് കിട്ടണം. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ചോദ്യം ടോട്ടൽ മാർക്ക് 100 100ൻ്റെ മേലെയോ ആണെങ്കിൽ പാസ്ഡ് എന്ന് കാണിക്കണം. ഇവിടെ ഇനി അതിന് താഴോട്ടാണെങ്കിലോ അതർവൈസ് ഫെയിൽഡ് എന്ന് കാണിക്കണം. 100 മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മീതേക്കോ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കേണ്ടത് പാസ്ഡ് എന്ന് കാണിക്കുന്നു. എല്ലാത്തതിനൊക്കെ നമ്മൾ ഫെയിൽഡും കാണിക്കുന്നു. ഇവിടെ ആകെ 5 പേരുടെ ഡീറ്റെയിൽസ് ഉള്ളൂ. ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും 3 പേരാണ് 100ഉം 100ൻ്റെ മേലേക്കുള്ളത് 3 പേരാണ്. ഇത് പാസ്ഡ് ആണ്, ഇതും പാസ്ഡ് ആണ്, ഇതും പാസ്ഡ് ആണ്. 100ൻ്റെ താഴോട്ട് വരുന്ന ഇത് ഫെയിൽഡ് ആണ്, ഇത് ഫെയിൽഡ് ആണ്. അപ്പോൾ 5 ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആരൊക്കെ പാസ്സായി ആരെല്ലാം ഫെയിൽഡായി എന്ന് അറിയാൻ പറ്റും. ഒരു ആയിരക്കണക്കിന് ഡാറ്റ ഉണ്ടെങ്കിൽ അത് റിസ്ക്കാണ് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മളൊരു ഒറ്റ ഇക്വേഷൻ വെച്ചിട്ട് ഇത് കണ്ടെത്താൻ പറ്റും. അത് എങ്ങനെ കാണാം എന്നുള്ളതാണ് പറയുന്നത്. അതിനുപയോഗിക്കുന്ന ഇക്വേഷൻ സിമ്പിൾ ഈഫാണ്. ഒറ്റ ഈഫ് മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് സിമ്പിൾ ഈഫ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെ ചോദിച്ചാൽ ഇവിടെ കൊടുക്കുക. ഈ റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ഈക്വൽ സിമ്പിൾ ഈഫ്. ഈഫിൻ്റെ മലയാളം എങ്കിൽ എന്നാണ്. അപ്പോൾ ഈഫ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ടോട്ടൽ സെല്ലാണ് നമ്മൾ നോക്കേണ്ടത്. ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. 100 100ൻ്റെ മേലൊക്കെ ആണെങ്കിൽ എന്ന് കഴിഞ്ഞാൽ അവിടെ കോമട്ട് കൊടുക്കുക. നമുക്ക് വേണ്ടത് പാസ്ഡ് ഓർ ഫെയിൽഡ് ആണ്. അപ്പോൾ പാസ്ഡ് എന്നുള്ളത് ആൽഫബറ്റ് ആയത് കാരണം ഇൻവേർട്ട് കോമയിൽ പാസ്ഡ് എന്ന് കൊടുക്കുക, കോമയിടുക. അല്ലെങ്കിൽ ഫെയിൽഡ് ആണല്ലോ, അതും ഇൻവേർട്ട് കോമയിൽ ഫെയിൽഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാക്കറ്റ് അവസാനത്തിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ പറയുന്നത് എന്താണ്? ഈഫ് F2 മീൻസ് എന്താണ്? ടോട്ടലാണ്. ടോട്ടൽ മാർക്ക് 100 100ൻ്റെ മേലെയോ ആണെങ്കിൽ പാസ്ഡ് എന്ന് വരണം, അല്ലെങ്കിൽ പിന്നെ ഫെയിൽഡ് ആണ്. അപ്പോൾ ഇത് കോമട്ട് വേർതിരിച്ചാണ് കൊടുക്കേണ്ടത്. പാസ്ഡ് ഫെയിൽഡ് എന്നുള്ളത് ഇൻവേർട്ട് കോമയിൽ കൊടുക്കണം. ആൽഫബറ്റ് ആണ്, അതുകൊണ്ടാണ് ഇൻവേർട്ട് കോമ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉത്തരം കിട്ടുന്നതിന് വേണ്ടി ജസ്റ്റ് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണിക്കും പാസ്ഡ്. ഇനി ആ റിസൾട്ട് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്നുകിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിൽ വലിച്ച് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മീതെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? ഇപ്പോൾ 100ൻ്റെ മേലേക്കുള്ളതൊക്കെ പാസ്ഡ് ആണ്. 100 ഇത് 100ആണ്, പാസ്ഡ് ആണ്. 100ൻ്റെ മീതേക്കാണ്, പാസ്ഡ് ആണ്. ഇത് 120 100ൻ്റെ മേലേക്കാണ്, പാസ്ഡ് ആണ്. 100 താഴോട്ടുള്ളതോ ഫെയിൽഡ് ആയിട്ട് വരിക. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഒന്നും കൂടി പറയാം. ഈക്വൽ ടു ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക, ടോട്ടൽ സെല്ല് ക്ലിക്ക് ചെയ്യുക, ടോട്ടൽ മാർക്ക് ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് കൊടുക്കുക, കോമയിടുക, ഇൻവേർട്ട് കോമയിൽ പാസ്ഡ് എന്ന് കൊടുക്കുക, സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം, കോമയിടുക, വീണ്ടും ഇൻവേർട്ട് കോമയിൽ ഫെയിൽഡ് എന്ന് കൊടുക്കുക, ഇൻവേർട്ട് കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റുള്ള സെല്ലിലോട്ട് ഇക്വേഷൻസ് വരുന്ന വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ ഇവിടെ കിട്ടും. ഇതാണ് സിമ്പിൾ ഈഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് മൾട്ടിപ്പിൾ ഈഫാണ്. മൾട്ടിപ്പിൾ ഈഫ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഈഫ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റയിൽ നേരത്തെ പോലെ തന്നെ കുറച്ച് മാർക്ക് തന്നിട്ടുണ്ട്. റിസൾട്ട് കാണും. ഇവിടെ പറയുന്നത് ടോട്ടൽ മാർക്ക് 100ൻ്റെ മേലെയാണെങ്കിൽ എ ഗ്രേഡ് എന്ന് എഴുതി കാണിക്കണം. റിസൾട്ട് സെല്ലിൽ എ ഗ്രേഡ് എന്ന് കാണിക്കണം. ടോട്ടൽ മാർക്ക് 75ൻ്റെ മീതെയാണെങ്കിൽ ബി ഗ്രേഡ് എന്ന് എഴുതണം, കാണിക്കണം. ദെൻ ടോട്ടൽ മാർക്ക് 50ൻ്റെ മീതെയാണെങ്കിൽ സി ഗ്രേഡ് എന്ന് കാണിക്കണം. അപ്പോൾ ഒരുപാട് എല്ലാം ടോട്ടലിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത് ടോട്ടൽ 100ൻ്റെ മേലെയാണോ, ടോട്ടൽ 75ൻ്റെ മേലെയാണോ, ടോട്ടൽ 50ൻ്റെ മേലെയാണോ. അപ്പോൾ ഒരുപാട് ടോട്ടൽ വരുന്നുണ്ട്. ടോട്ടൽ
എല്ലാം ചെക്ക് ചെയ്യണം. 100ൻ്റെ മേലേക്കും ചെക്ക് ചെയ്യണം, 50ൻ്റെ മീതെ ചെക്ക് ചെയ്യണം, 75ൻ്റെ മീതെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഈഫ്, അതാണ് മൾട്ടിപ്പിൾ ഈഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഈഫാണ്, മൾട്ടിപ്പിൾ ഈഫാണത്, മൾട്ടിപ്പിൾ ഈഫ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ ടു ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഇടാം. നമ്മൾ ആദ്യം പറഞ്ഞത് ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ, 100 ആണെങ്കിൽ എന്ത് വേണം, എ ഗ്രേഡ് എന്ന് വേണം. അപ്പോൾ അത് അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കൊടുക്കുക, എ ഗ്രേഡ് കോമ. ഇനി വീണ്ടും ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ്, വീണ്ടും ടോട്ടൽ ക്ലിക്ക് ചെയ്യുക, ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ നോക്കേണ്ടത് 75ആണ്, 75 ആണോ നോക്കി, ആണെങ്കിൽ എന്ത് വേണം, ബി ഗ്രേഡ് എന്ന് വേണം, കോമ ഇട്ടു. ഇനി വീണ്ടും ഈഫ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ടോട്ടൽ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ നോക്കുന്നു, 50 ആണെങ്കിൽ എന്താ വേണ്ടത്, സി ഗ്രേഡ് എന്ന് വേണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഈഫ് ആവർത്തിച്ചിട്ടുണ്ട്, കാരണം 3 ഇക്വേഷൻസ് കൊടുക്കണം, 3 സംഭവം നോക്കാണ്ട്, 3 ടോട്ടൽ നോക്കാണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് 100ൻ്റെ മേലെയാണോ ആദ്യം നോക്കണം, പിന്നെ 75ൻ്റെ മേലെ നോക്കണം, പിന്നെ 50ൻ്റെ മേലെ നോക്കണം. അപ്പോൾ 3 ഈഫ് വരും, 3 കണ്ടീഷൻസ് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റുകൾ 1, 2, 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞ് ഫസ്റ്റ് പറഞ്ഞ ഈക്വൽ ടു ഈഫ് F2 പറഞ്ഞാൽ ടോട്ടലാണ്. ടോട്ടൽ 100ൻ്റെ മേലെയാണോ ആദ്യം ചെക്ക് ചെയ്തു, ആണെങ്കിൽ നമുക്ക് എ ഗ്രേഡ് എന്ന് കാണിക്കണം. അതിൻ്റെ റിസൾട്ട് ഇവിടെ തന്നെ കൊടുക്കുന്നു. ദെൻ ഈഫ് ടോട്ടൽ വീണ്ടും F2 75ൻ്റെ മേലെ നോക്കുന്നു, 75ൻ്റെ മേലെയാണെങ്കിൽ ബി ഗ്രേഡ് കൂടി കാണാം. ഇനി F2 അതായത് ടോട്ടൽ 50ൻ്റെ മേലെയാണെങ്കിൽ സി ഗ്രേഡ് കാണിക്കണം. 3 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, 3 ക്ലോസ് ചെയ്തു. ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ ആൻസർ വന്നു, എ എന്ന് വന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതിലോട്ട് ഈ ഇക്വേഷൻസ് ഇവിടേക്കൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 100ൻ്റെ മേലൊക്കെ ഉള്ളതൊക്കെ എ ഗ്രേഡാണ്, 75ൻ്റെ മേലേക്കുള്ളത് ബി ഗ്രേഡാണ്, 50ൻ്റെ മേലേക്കുള്ളത് സി ഗ്രേഡാണ്. ഒരിക്കൽ കൂടി പറയാം, ഈക്വൽ ടു ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ് ടോട്ടൽ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100, 100ൻ്റെ മേലെയാണോ ആണെങ്കിൽ ഉള്ളതിന് കോമ ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് എ ഗ്രേഡ് എന്നാണ് വരേണ്ടത്, ആണെങ്കിൽ എ ഗ്രേഡ് കാണിക്കണം. വീണ്ടും ഈഫ് കൊടുക്കുന്നു, മൾട്ടിപ്പിൾ ഈഫ് ആകുമ്പോൾ ഈഫ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും, മൾട്ടിപ്പിൾ ഈഫാണ്. അപ്പോൾ ഈഫ് ഇനി വീണ്ടും പറയാം, ടോട്ടൽ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75 ആണോ, 75 ആണെങ്കിൽ എന്ത് വേണം, ബി ഗ്രേഡ് എന്ന് വേണം. വീണ്ടും ഈഫ് എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു, ടോട്ടൽ ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ, 50 ആണെങ്കിൽ സി ഗ്രേഡ് എന്ന് കൊടുക്കുന്നു. ഇനി 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ആൻസർ താഴോട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടി. ഇതാണ് മൾട്ടിപ്പിൾ ഈഫ്. ഇനി അടുത്തത് ഈ ഫാൻഡ് ആണ്. ഈ ഫാൻഡ് എന്ന് പറയുമ്പോഴും ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഡാറ്റ തന്നിട്ടുണ്ട്, ഈ ഫാൻഡ് ആണ് ഓപ്ഷൻ പറയാൻ പോകുന്നത്. ഈ ഫാൻഡ് ഇവിടെ പറയുന്നത് ഇംഗ്ലീഷ് 35ൻ്റെ മേലെ, 35 അതിൻ്റെ മേലെയാണെങ്കിൽ ഇവിടെ കുറേ മാർക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ തന്നിട്ടുണ്ട്, റിസൾട്ട് കാണണം. അപ്പോൾ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ എന്താ വെച്ചാൽ, ഇംഗ്ലീഷ് 35ൻ്റെ മേലെയാണോ, മാത്സ് 35ൻ്റെ മേലെയാണോ, ഹിന്ദി 35ൻ്റെ മേലെയാണോ. ഇങ്ങനെ 3ഉം 35ൻ്റെ മേലെ ആണെങ്കിൽ പാസ്ഡ്, അല്ലെങ്കിൽ ഫെയിൽഡ്. 3 ആവണം, ഒരെണ്ണമായ പോരാ. ഇംഗ്ലീഷും മാത്സും ഹിന്ദിയും 35 അതിൻ്റെ മേലെയൊക്കെ ആണ്. ഒരെണ്ണം 20 കഴിഞ്ഞാൽ ശരിയാവില്ല. അതായത് 3ഉം കൂടി 35ൻ്റെ മേലാണ്, 3ഉം 35ൻ്റെ മേലെയാണെങ്കിൽ പാസ്ഡ് വരണം, അല്ലെങ്കിൽ ഫെയിൽഡ്. അതിനാണ് ഈ ഫാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ സിൻടാക്സ് അല്ലെങ്കിൽ ഫോർമുല ഇക്വേഷൻ എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ, ഈക്വൽ ടു ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ഓപ്പൺ ബ്രാക്കറ്റ്. നമ്മൾ പറഞ്ഞു 3 മാർക്കും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഈ മാർക്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 ആണോ. അപ്പോൾ ആദ്യം നോക്കേണ്ടത് C2 35ൻ്റെ മേലെയാണോ. C2 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ദെൻ നെക്സ്റ്റ് മാത്സ് നോക്കണം. അപ്പോൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക, മാത്സിൻ്റെ കള്ളിൽ ക്ലിക്ക് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 35 ആണോ. അടുത്ത് ഹിന്ദി നോക്കണം. അപ്പോൾ ഹിന്ദിൻ്റെ ഈ കോളത്തിൽ, മാർക്കിൻ്റെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 ആണോ. അപ്പോൾ 3 കണ്ടീഷൻ അവിടെ പറഞ്ഞു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 3 കണ്ടീഷൻ ഉണ്ടാവും, 3ഉം കൂടി ഒരൊറ്റ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാവണം. അപ്പോൾ C2 35ൻ്റെ മേലെയാണോ, D2 35ൻ്റെ മേലെയാണോ,
E2 35ൻ്റെ മേലാണ്. C2 പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, D2 മാത്സ് ആണ്, E2 ഇംഗ്ലീഷാണ്. ഇനി ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു കോമ ഇടാം. ഈ കോമ ഇട്ടതിന് ശേഷം നമ്മൾ റിസൾട്ട് എന്താ വേണ്ടത്? പാസ്ഡ് എന്ന് വരണം. അപ്പോൾ അത് ഇൻവേർട്ട് കോമയിൽ പാസ്ഡ് എന്ന് കൊടുക്കുക, ഇൻവേർട്ട് കോമ ഇടുക. എന്നിട്ട് അല്ലെങ്കിൽ എന്താ വേണ്ടത്? ഫെയിൽഡ് ആണ്. അപ്പോൾ ഇൻവേർട്ട് കോമയിൽ ഫെയിൽഡ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അല്ല സോറി, ഇൻവേർട്ട് കോമ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒരു ബ്രാക്കറ്റും കൂടി ഇവിടെ ക്ലോസ് ചെയ്യാണ്ട്, ഇവിടെ 2 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ ഈ ബ്രാക്കറ്റ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തു, തുടക്കത്തിലുള്ള ബ്രാക്കറ്റ് അവസാനത്തിൽ ഇവിടെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റർ അടിക്കുന്നു. ഇവിടെ വന്ന് പാസ്ഡ് എന്ന് വന്നു. താഴോട്ട് വരാൻ ഡ്രാഗ് ചെയ്യുകയോ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ഇപ്പം ഇവിടെ പറഞ്ഞത് നോക്കൂ, ഇത് 35ൻ്റെ മേലെ 35ആണ്, അല്ലെങ്കിൽ 35ൻ്റെ മേലെ ആവണം. ഇത് മൂന്നും കണ്ടീഷനും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇത് പാസ്ഡ് ആണ്. ഇവിടെ ഇത് 40ആണ്, പക്ഷേ ഇത് 25ഉം ഇത് 30ഉം ഉള്ളൂ. 35ൻ്റെ അല്ലെങ്കിൽ 35ഓ അല്ലെങ്കിൽ 35ൻ്റെ മീതേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഫെയിൽഡ് ആണ്. ഇത് പാസ്ഡ് ആണ്. പാസ്ഡ് എന്ന് പറയാൻ കാരണം ഇതെല്ലാം 35ൻ്റെ മീതേക്കാണ്. ഇത് ഫെയിൽഡ് ആണ്, കാരണം ഇതെല്ലാം 35ന് താഴോട്ടാണ്. ഇതും ഫെയിൽഡ് ആണ്, കാരണം ഇതിൽ ഒരെണ്ണം മാത്രം 35ൻ്റെ മീതേക്കുള്ളൂ, ബാക്കി രണ്ടെണ്ണം 35ൻ്റെ താഴോട്ടാണ്. ഇനി അഥവാ ഈ പാസ്ഡ് എന്നുള്ളതിൻ്റെ ഇവിടെ നമ്മൾ ഇത് 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫെയിൽഡ് എന്ന് കാണിക്കാൻ മാക്സ് 20 ആണ്. 35ഓ അല്ലെങ്കിൽ 35ൻ്റെ മീതേക്ക് വേണം. മൂന്നും കറക്റ്റ് ആവണം. രണ്ടെണ്ണം മാത്രം കറക്റ്റ് ആയ പോരാ, മൂന്നും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ശരിയായ റിസൾട്ട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ തെറ്റായ റിസൾട്ടാണ് വരിക. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ 36 എന്ന് കൊടുത്താൽ ഇത് പാസ്ഡ് എന്നായി, കാരണം മൂന്നും 35ഓ അല്ലെങ്കിൽ 35ൻ്റെ മീതേക്കോ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പാസ്ഡ് ആണ്. അപ്പം 3 കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ മൂന്നും കറക്റ്റ് ആവണം. അതിനാണ് ഈഫ് ആൻഡ് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഈക്വൽ ടു, ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി 3 കണ്ടീഷൻ പറയണം. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 ആണോ? C2 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, കോമ. ഇനി മാത്സ്, D2 മാത്സ് ആണ്. മാത്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 35 ആണോ നോക്കി. ഇനി ഹിന്ദിൻ്റെ സെല്ല് ക്ലിക്ക് ചെയ്ത് E2 ആണ്. E2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 ആണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, കോമ ഇടുന്നു. ഇനി ഇൻവേർട്ട് കോമൻ്റെ ഉള്ളിൽ പാസ്ഡ്, കോമ ഇടുന്നു. ഇൻവേർട്ട് കോമൻ്റെ ഉള്ളിൽ ഫെയിൽഡ്. അപ്പോൾ പാസ്സാണെങ്കിൽ പാസ്ഡ് കാണിക്കും, അല്ലെങ്കിൽ ഫെയിൽഡ് കാണിക്കും. ഇനി ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. താഴോട്ട് ആ റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഈഫ് ആൻഡ്. ഇനി E4 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, ഇവിടെ കളേഴ്സാണ് തന്നിട്ടുള്ളത്. E4 നമ്മൾ കണ്ടീഷൻ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കണ്ടീഷനായാൽ മതി. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെഡ് ഓർ ഗ്രീൻ, റെഡോ അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ അവിടെ എഴുതി കാണിക്കണം യെസ് എന്ന് കാണിക്കണം, അല്ലെങ്കിൽ എന്ത് കാണിക്കണം? നോ എന്ന് കാണിക്കണം. ഇവിടെ ഈ കളേഴ്സിൽ റെഡ് കൊടുത്താൽ ഇവിടെ എന്ത് കാണിക്കണം? എസ് കാണിക്കണം. ഇനി അതുപോലെ ഗ്രീൻ കൊടുത്താൽ ഇവിടെ എസ് കാണിക്കും. അല്ലാത്തത് വരികയാണെങ്കിലോ നോ എന്ന് കാണിക്കണം. റെഡ് ആവാം, അല്ലെങ്കിൽ ഗ്രീൻ ആവാം. ഒന്നുകിൽ റെഡോ അല്ലെങ്കിൽ ഗ്രീൻ ആവാം. റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഇവിടെ എന്ത് കാണിക്കണം? എസ് എന്ന് കാണിക്കണം. അല്ലാത്തത് വന്നാലോ നോ എന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞ 2 സംഭവത്തിൽ ഏതെങ്കിലും ഒന്ന് മതി, ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ ഗ്രീന്. അപ്പോൾ അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈഫ് ഓർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്: ഈക്വൽ ടു ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഓർ ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി സെല്ല് ക്ലിക്ക് ചെയ്തു. ഈ സെല്ല് ഈക്വൽ ടു റെഡ് ആണോ എന്ന് നോക്കണം. റെഡ് എന്നുള്ള ഇൻവേർട്ട് കോമ കൊടുക്കുക, കോമ ഇടുന്നു. വീണ്ടും ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഈക്വൽ ടു ഗ്രീൻ ആണോ നോക്കണം. ഗ്രീൻ ഇൻവേർട്ട് കോമ കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, കോമ ഇട്ടിട്ട് അങ്ങനെ ആണെങ്കിൽ, ഗ്രീൻ ആണെങ്കിൽ എന്താ വേണ്ടത്? യെസ് എന്ന് വരണം. യെസ് എന്നുള്ള ഇൻവേർട്ട് കോമ കൊടുക്കുന്നു, കോമ ഇടുന്നു. അല്ലെങ്കിൽ നോ എന്ന് വരണം. നോ ഇൻവേർട്ട് കോമയിൽ കൊടുക്കുന്നു, ഇൻവേർട്ട് കോമ ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഓർ A2 എന്ന് പറഞ്ഞാൽ ഈ റെഡ് എന്നുള്ള കളർ, ഈ സെല്ലാണ്, കളറിൻ്റെ സെല്ലാണ്. അത് റെഡ് ആണോ നോക്കി. വീണ്ടും A2 ഗ്രീൻ ആണോ നോക്കി. ഗ്രീൻ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ എന്ത് വേണം? യെസ് എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നോ എന്ന് വരുന്നു. എൻ്റർ അടിക്കുന്നു. ഉത്തരം താഴോട്ട് വരുന്നുണ്ട്, ആൻസേഴ്സ് താഴോട്ട് വരാം. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ റെഡ് എന്നുള്ളത് എന്താണ്? യെസ് എന്നാണ്. അതുപോലെ തന്നെ ഗ്രീൻ എന്നുള്ളത് എസ് ആണ്. ബാക്കിയെല്ലാം നോ എന്ന് വന്നിട്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത കണ്ടീഷൻ 2 കണ്ടീഷൻ കൊടുത്തു. ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഗ്രീന്, ഏതെങ്കിലും ഒന്ന് മതി. റെഡ് ആണെങ്കിലും എസ് കാണിക്കണം, ഗ്രീൻ ആണെങ്കിൽ എസ് കാണിക്കണം. ഇനി ഈ ബ്ലൂ എന്നുള്ളത് നമ്മൾ ഗ്രീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എസ് ആയി മാറി. അങ്ങനെ ഗ്രീൻ ആണ്, അതുകൊണ്ട് എസ് ആയി. അതേസമയം ഇത് ബ്ലൂ എന്ന് തന്നെ കൊടുത്താലോ
അത് നോ എന്നായി മാറും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി, ഒന്നുകിൽ റെഡോ അല്ലെങ്കിൽ ഗ്രീൻ ആയാൽ മതി. ശരിയായ റിസൾട്ട് വരും, അല്ലെങ്കിൽ തെറ്റായ റിസൾട്ട് വരും. ഇതാണ് E4 ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടി പറ, ഈക്വൽ ടു ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഓർ ഓപ്പൺ ബ്രാക്കറ്റ്, ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെല്ല് എന്താണോ നോക്കണം ആദ്യം. ഈക്വൽ ടു തുല്യമാണ്, എന്തിനു തുല്യമാണോ? റെഡിന് തുല്യമാണോ? കോമ. വീണ്ടും ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഈക്വൽ ടു ഗ്രീന് തുല്യമാണോ? ഇൻവേർട്ട് കോമ കൊടുക്കണം. കോമ ഇടുന്നു. അങ്ങനെ ആണെങ്കിൽ, കോമയുടെ അല്ല, ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമയുടെ. അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് കാണിക്കണം. യെസ് എന്ന് ഇൻവേർട്ട് കോമയിൽ കൊടുക്കുക. അല്ലെങ്കിൽ നോ എന്ന് കാണിക്കണം. ഇൻവേർട്ട് കോമ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ റെഡ് ആണെങ്കിലും യെസ് എന്ന് കാണിക്കും, ഗ്രീൻ ആണെങ്കിൽ യെസ് ആണ് കാണിക്കും, എല്ലാത്തിനൊക്കെ നോ എന്ന് കാണിക്കും. ഇതാണ് E4 എന്ന ഓപ്ഷൻ. അപ്പം മൊത്തത്തിൽ നമ്മളെന്ന് പറഞ്ഞത് ഈ സിമ്പിൾ ഈഫ് പറഞ്ഞു, മൾട്ടിപ്പിൾ ഈഫ്, ഈഫ് ആൻഡ് E4. ഓക്കെ, ക്ലാസ് മനസ്സിലായി വിചാരിക്കുകയാണ്. താങ്ക്സ്.